ഹലോ മുത്തുമണികളെ. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് റിയാക്ഷൻ ചെയ്യാനല്ല ഞാൻ വന്നേക്കുന്നത്. ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് എന്നോട് വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്താണ് ലൈവ് ചെയ്യാത്തത് എന്ന്. ലൈവ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. കാരണം എൻ്റെ മോൻ ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര വാശിയിലാണ്. അപ്പം അവൻ ഇങ്ങനെ ജനിച്ചപ്പോൾ തൊട്ടേ ഈ മക്കളെ എൻ്റെ ബാക്കിയുള്ള മക്കളെയൊക്കെ കണ്ട് 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 കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവന് മനസ്സിലാകുന്നുണ്ട് ഇവർ സ്കൂളിലേക്ക് പോയി അവൻ ഒറ്റയ്ക്കായി എന്നുള്ള ഒരു ചിന്ത അവന് മനസ്സിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലും വാശിയും ഒക്കെയാണ്. അതുപോലെ പിന്നെ അവനെയും ഇരുത്തിക്കൊണ്ട് എനിക്ക് ലൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കുറേ അധികം ആളുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ആ കൊച്ചുങ്ങൾ കരഞ്ഞാൽ പോലും മോളെടുക്കൂല എന്ന്. അതൊക്കെ എന്തിനു വെറുതെ കേൾക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവ് ചെയ്യാൻ മടിക്കുന്നത്. ലൈവിൽ നമുക്ക് കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല, പാടില്ല എന്നുണ്ട്. അപ്പോൾ കുറേ റെസ്ട്രിക്ഷനൊക്കെ നമ്മൾ നടത്തുന്ന യൂട്യൂബ് ചാനലിൽ കുറേ അധികം റെസ്ട്രിക്ഷൻ ഉണ്ട്. മനഃപൂർവ്വം നമ്മുടെ ചാനൽ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു വ്യക്തി പുറപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇല്ലാതാകാൻ വേണ്ടി അതൊക്കെ ഒരു കാരണമാകും. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ചാനൽ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാനലിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും എനിക്കില്ല. കാരണം ചാനൽ വഴിയല്ല ഞാൻ ജീവിക്കുന്നത് എന്നുള്ളത് ഇനി എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റും. കാരണം ചാനൽ ഞാൻ വരുമാനത്തിന് വേണ്ടി തുറന്നതല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ നമ്മളൊക്കെയും വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോകേണ്ടുന്ന ഒരു ആവശ്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചാനൽ തുടങ്ങിയത് വരുമാനത്തിനല്ല, പക്ഷെ ഞാനൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ചാനൽ തുടങ്ങിയത്. അതായത് എനിക്ക് മടങ്ങിപ്പോകണം. ഞാൻ മടങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ ബാക്കി വയ്ക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എൻ്റെ പിൻഗാമികൾ അറിയണം. എൻ്റെ മക്കൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എപ്പോഴെങ്കിലും തളർന്നു പോകുന്ന അവസരങ്ങളുണ്ടാകുമ്പോൾ അവരുടെ ഉമ്മ ഇത്രയേറെ ബോൾഡായ ഒരു സ്ത്രീയാണ് എന്നുള്ളത് അവരുടെ മുന്നിൽ തെളിവായി ഇവിടെ അവശേഷിക്കണം. അതൊക്കെ എൻ്റെ ജീവിതത്തിലെ വലിയ വലിയ ആഗ്രഹങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ വലിയ ബംഗ്ലാവ് കെട്ടണമെന്നുള്ളതോ വലിയ സ്വത്തുകാരിയായി മാറണമെന്നുള്ളതോ വലിയ ബിസിനസ് വുമൺ ആവണമെന്നുള്ളതോ ഒന്നുമല്ല എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ മക്കളുടെ റോൾ മോഡലായി മാറണം. എൻ്റെ മക്കൾ എന്നെ കണ്ട് പഠിക്കണം, എന്നെ കണ്ട് അവർ ധൈര്യവാന്മാരുമാകണം. ഇത്രയും ബോൾഡായ ഒരു ഉമ്മയുടെ മക്കളാണ് ഞങ്ങൾ എന്നാലോചിച്ച് ജീവിതത്തിൽ പതറിപ്പോകാതെ ജീവിക്കാൻ അവർക്ക് ധൈര്യമുണ്ടാകണം. ഇതൊക്കെ ബാക്കി വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പേസാണ് എൻ്റെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ആരുടെയെങ്കിലും സ്വാർത്ഥത നശിപ്പിച്ച് കളയേണ്ടുന്ന ഒന്നല്ല എന്ന ചിന്തയാണ് ഞാൻ ചില വീഡിയോകൾ എൻ്റെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്. ഒരാൾ മനഃപൂർവ്വം നമ്മുടെ ചാനലിനെ നശിപ്പിക്കണം എന്ന് ചിന്തിച്ചാൽ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറേ നാളുകളായിട്ട് കുറേ മാസങ്ങളായിട്ട് എൻ്റെ ചാനലിൻ്റെ പിന്നാലെ കുറേ ദുഷ്ടശക്തികൾ കണ്ണും വെച്ച് കാതും വെച്ച് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്നുള്ളത് ഈ അടുത്തായിട്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സേഫ് ആകണം എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ട്. അത് വരുമാനം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടികൊണ്ടൊന്നുമല്ല. എനിക്ക് വരുമാനത്തിൻ്റെ ആവശ്യമില്ല. വരുമാനമുണ്ട് എന്നുള്ളത് സത്യമാണ്, അതില്ല എന്നൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് കാര്യങ്ങൾ എന്നുള്ളതറിയാമോ? എൻ്റെ ചിന്തകളാണ്, ഞാൻ മനസ്സിലാക്കിയ കുറേ സത്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് രണ്ട് തരം മനുഷ്യരാണ് ഉള്ളത്. ഒന്ന്, ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യർ. രണ്ട്, ജീവിക്കാൻ അത്യാഗ്രഹമുള്ള മനുഷ്യർ. ഈ ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യർ എന്ന് പറയുന്നത് അവർ നാളെ ഉള്ളത് എങ്ങനെയാണ് ഉണ്ടാക്കുക, വരുമാനത്തിനുള്ള മാർഗം എങ്ങനെ ഉണ്ടാക്കും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ കൂട്ടരായിട്ടുള്ള ജീവിക്കാൻ അത്യാഗ്രഹമുള്ള മനുഷ്യർ എൻ്റെ കയ്യിലുള്ള പൈസ എങ്ങനെയാണ് കൂട്ടാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് നടക്കുന്നു.
ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യൻ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ ഏത് രീതിയിൽ സംതൃപ്തനാക്കാൻ സാധിക്കും എന്നാലോചിച്ച് നടക്കുമ്പോൾ, ജീവിക്കാൻ അത്യാഗ്രഹമുള്ള മനുഷ്യൻ എൻ്റെ അയൽക്കാരൻ ജീവിക്കുന്നത് എങ്ങനെയാണോ അതിനേക്കാൾ ഒരുപടി മുമ്പിൽ ജീവിക്കണം എനിക്ക് എന്ന് ചിന്തിക്കുന്നു. ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യൻ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്തായാലും ജീവിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ, ജീവിക്കാൻ അത്യാഗ്രഹമുള്ള മനുഷ്യൻ ഒരു കഠിനാധ്വാനവും ചെയ്യാതെ സുഖസുഭിക്ഷമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു. ഇതിലെ രണ്ടാമത്തെ കൂട്ടരെ നമ്മളെപ്പോഴും സൂക്ഷിക്കേണ്ടുന്ന ഒരു ആൾക്കാരാണ്. കാരണം ഇവർ ജീവിക്കാൻ അത്യാഗ്രഹമുള്ളവരാണ്. ഈ അത്യാഗ്രഹം ഒരു മനുഷ്യനെ അപകടത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ അത്യാഗ്രഹമുള്ള ഒരാൾ സ്വയം അപകടത്തിലാവുകയല്ല ചെയ്യുന്നത്, മറ്റുള്ളവനെ അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളവർ എപ്പോഴും നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത്, ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യൻ തന്നേക്കാൾ കുറവുള്ള ആളുകളിലേക്ക് എത്തി നോക്കുകയും ആഹാ അൽഹംദുലില്ലാ ഞാൻ അതിനേക്കാൾ വലിപ്പമുള്ള ആളാണ് എന്ന് ചിന്തിക്കും. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ തെസ്ലി മോളെയാണ്. എൻ്റെ തെസ്ലി മോൾക്ക് 2 കാലുകൾ കൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ആ മോളെ എപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് ചെയ്താലും ഇത്താ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറയും. അതേസമയം ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിന് ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പോലും ഒരു വകയില്ല. പറയാൻ എനിക്കിഷ്ടമില്ല എങ്കിലും, പറയുമ്പോൾ എൻ്റെ ഉള്ളു തേങ്ങുമെങ്കിലും എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ആ കുട്ടിക്ക് നാളെക്കുറിച്ച് ചിന്തിച്ചാൽ പ്രതീക്ഷിക്കാൻ പോലും ഒന്നുമില്ല. ഒരു നല്ല ജീവിതം, നല്ല കുട്ടികൾ, നല്ല കുടുംബം എന്നൊക്കെ തുടങ്ങിയിട്ട് അൽഹംദുലില്ലാ എന്ന് മാത്രം. ഇതെല്ലാം ആ കുട്ടിയിലുള്ള കുറവാണെങ്കിൽ പോലും ആ കുട്ടിയുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ആ കുട്ടി ആ ജീവിതത്തിൽ ഹാപ്പിയാണ്. പലപ്പോഴും ആ കുട്ടി ഇങ്ങനെ പറയും, ഒരു ഉമ്മ മാത്രമേ ആ കുട്ടിക്കുള്ളൂ. അതിന് അത്രയേറെ പ്രശ്നങ്ങളും അത്രയേറെ, അതായത് അതിൻ്റെ ഉമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല. ഇത്രയും പ്രായമായ ഒരു കുഞ്ഞിനെ ഒരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ എണീറ്റ് ഓടാൻ പോലും കഴിയാത്തൊരു മകളെയും ഇട്ടുകൊണ്ട് ആ ഉമ്മയ്ക്ക് ജോലിക്ക് പോകാൻ സാധിക്കില്ലടോ. എന്നാലും അവരെ കൊണ്ട് കഴിയുന്ന ജോലികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവരുടെ ആങ്ങളമാർ കൊടുക്കുന്നത് കൊണ്ട് തൃപ്തിയോടുകൂടി ഒരു സമൂഹത്തിൽ വളരെ നല്ലതായിട്ട് അവർ ജീവിക്കുന്നു. ആ കുട്ടിക്ക് വേണമെങ്കിൽ, അവളൊരു മുസ്ലിം മതവിശ്വാസിയാണ്, ആ കുട്ടിക്ക് വേണമെങ്കിൽ അവളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ മുസ്ലിം സമൂഹം ആ മോളുടെ കൂടെ നിൽക്കും. ആ മോൾക്ക് ആവശ്യമുള്ളതും അതിനപ്പുറവും കൊടുക്കാൻ തയ്യാറായ ഒരു മുസ്ലിം സമൂഹം ആ മോളുടെ വീഡിയോയ്ക്ക് താഴെ ചെന്ന് ക്യൂ നിൽക്കും. പക്ഷേ അവൾ സ്വാഭാവികമായിട്ട് അവളുടെ ജീവിതവും അവളുടെ സന്തോഷങ്ങളും അവളുടേതായ കാര്യങ്ങളും മാത്രം സംസാരിക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആ മോളുടെ സംസാരം കേൾക്കാൻ പോലും നമ്മുടെ സമൂഹത്തിൽ ആർക്കും തന്നെ സമയമില്ല എന്നുള്ളത്. അവൾക്ക് പറയാനാണെങ്കിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട്. അവൾക്ക് ഉപ്പയില്ല, അവളുടെ ഉമ്മ ആണ് അവളെ പോറ്റുന്നത്. അവളെ ഇട്ടിട്ട് അവളുടെ ഉമ്മയ്ക്ക് പുറത്തു പോയി ഒരു ജോലി ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ എങ്കിലും ആ കുട്ടിയുടെ നിറവുള്ള മനസ്സും ആ മുഖത്ത് അതിൻ്റെ ഐശ്വര്യവും കാണാനായിട്ട് സാധിക്കും. അതേസമയം ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ അവരുടെ സുഖവാസങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് എനിക്കൊരു വീട് വേണം, എനിക്കൊരു ജോലി വേണം, എനിക്കൊരു കാറ് വേണം, എനിക്കൊരു ഇപ്പോൾ കാറ് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കും. അവരെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ കണ്ണ് തുറന്നു പിടിച്ച് ഒന്ന് നോക്കിയേ, എത്ര പേരാണ് അവരുടെ ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പടപ്പുകളോട് യാചിക്കുന്നത്. ശരിക്കും ജീവിക്കാൻ ആഗ്രഹമുള്ള മനുഷ്യൻ പടച്ചവനെ ദുആ ചെയ്തുകൊണ്ട് അവർക്ക് ജീവിക്കാനുള്ള വരുമാനത്തിന് വേണ്ടിയിട്ട് അവൻ പെടാപ്പാടുപെടുന്നു. എന്നാൽ ജീവിക്കാൻ അത്യാഗ്രഹമുള്ള മനുഷ്യൻ പടപ്പുകളോട് യാചിച്ചുകൊണ്ട് തൻ്റെ അയൽക്കാരൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് വീട് വേണം, എനിക്ക് കാറ് വേണം, എനിക്ക് ബംഗ്ലാവ് വേണം, എനിക്ക് ബിസിനസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അർമാദിക്കുന്നു. ശരിക്കും
ഇങ്ങനെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ ഖബർ വരെയും ഉണ്ടാകും. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അവസാനിക്കുന്നതല്ല. പക്ഷേ ആ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധ്വാനിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് നമ്മുടെ അധ്വാനത്തിൻ്റെ കാഠിന്യം കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതിന് പകരം അധ്വാനിക്കാൻ കഴിയാത്ത ചില വ്യക്തികളെങ്കിലും വന്നിട്ട് അവരുടെ ദുരാഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ജനസമൂഹങ്ങളോട് യാചിക്കുന്നത് കാണുമ്പോൾ ഇവരൊക്കെയും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഈ ഒരു മതവിഭാഗത്തിൽ പഠിപ്പിക്കുന്നത് തന്നെ പടപ്പുകളോട് യാചിക്കാതെ പടച്ചവനിലേക്ക് യാചനകൾ വെക്കൂ എന്നുള്ളതാണ്. ശരിക്ക് ഇവറ്റകളുടെ വിശ്വാസം എത്രത്തോളം ദുർബലമാണ് എന്നാണ് ചിന്തിച്ചു പോകുന്നത്. അതായത് ഇവർക്ക് വിശ്വാസമില്ല, ഇവരുടെ പടച്ചവനിൽ ഇവർക്ക് വിശ്വാസമില്ല. ഇവർക്ക് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാൻ പോലും ഇവരൊന്നും തയ്യാറല്ല എന്നുള്ളതാണ്. ഇവർക്ക് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, കുട്ടികൾ നല്ല ആരോഗ്യമുള്ള കുട്ടികളാണ്. എന്നിട്ട് പോലും ഇവർക്ക് ഇവരുടെ അധ്വാനം കൊണ്ട് ഇവർക്ക് വളരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവർ അധ്വാനിക്കാൻ പോലും തയ്യാറല്ല എന്നുള്ളതാണ്. ദേഹമനങ്ങി അധ്വാനിക്കാൻ പോലും ഇവർ തയ്യാറല്ല എന്നുള്ളതാണ്. എന്നാൽ ഇവരുടെ ആഗ്രഹങ്ങളോ ശമിക്കുന്നതുമല്ല. ഇതേ സമയം ഇവർ ചൂഷണം ചെയ്യുന്ന ആളുകളെന്ന് പറയുന്നത്, ഇവർ ചൂഷണത്തിന് ഇരയാക്കുന്ന ആളുകളെന്ന് പറയുന്നത് അതേ വിശ്വാസത്തിൽപ്പെട്ടവർ തന്നെയാണ്. അതായത് ഇവരുടെ ദാരിദ്ര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യം പറയുമ്പോൾ എത്രത്തോളം മനസ്സലിയുന്ന ആളുകളാണ് ഇവർക്ക് ദാനം കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന ദാനം ഞാൻ അർഹതപ്പെട്ടതാണോ എന്ന് പോലും ചിന്തിക്കാതെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് താനെന്തോ വലിയ നന്മ ചെയ്തു അല്ലെങ്കിൽ താനെന്തോ വലിയ ഈ സദക്കയ്ക്കും സക്കാത്തിനും താൻ അർഹയാണ് എന്ന് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതൊക്കെ വാങ്ങിച്ച് അർഹതയില്ലാത്ത പണം കൊണ്ട് കെട്ടിപ്പൊക്കുന്നതൊക്കെയും തന്നെ നമ്മൾ ഈ സമൂഹത്തിൽ അവശേഷിപ്പിച്ചിട്ട്, നമ്മൾ ഈ സമൂഹത്തിൽ കളഞ്ഞിട്ട് 6 അടി മണ്ണിൽ പുഴുക്കളുടെ ഭക്ഷണമാകേണ്ടുന്നവരാണ് എന്നുള്ളതും, ഈ 6 അടി മണ്ണിൽ അവസാനിക്കുന്ന ജീവിതം മറ്റൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്നുള്ളതും എന്തുകൊണ്ട് ഇവർ മറന്നു പോകുന്നു എന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം അപ്പോഴും ഇവർ പറയുന്നത് അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്, ഞാൻ ഈ മതവിശ്വാസത്തിൻ്റെ അങ്ങേ കോണിലാണ് എന്നാണ് പറയുന്നത്. ശരിക്കും ഇവരുടെ വിശ്വാസം, ഇവർ പഠിച്ച വിശ്വാസം തന്നെ എന്താണ് ഇവർ പഠിച്ച വിശ്വാസം? അതായത് ഞങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനായിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, ഞങ്ങൾക്ക് അന്യനെ പോലെ ജീവിക്കുകയും വേണം. ഈ അടുത്തായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ അടുത്തായിട്ട് ഒരു വ്യക്തി വളരെയധികം ദുഃഖത്തോടും ദുരിതത്തോടും കൂടി ജീവിക്കുന്നു എന്ന് പറഞ്ഞു മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് അവരുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ എവിടെയോ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മഹാനെയാണ് ഇവർ തട്ടിയെടുത്ത് ഇവരുടെ കൂടെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ഭയമാണ്, നമുക്ക് അർഹതയില്ലാത്തത്. ഇതൊരു എക്സാമ്പിളാണ്, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നമുക്ക് അർഹതയില്ലാത്തത് നമ്മൾ തട്ടിയെടുത്ത് കഴിഞ്ഞാൽ പടച്ച തമ്പുരാൻ നമുക്ക് ഭയമിട്ട് തരും, നമ്മുടെ ഉള്ളിലേക്ക് ഭയമിട്ട് തരും. ആ ഭയം നമ്മളെ ജീവിക്കാൻ വിടില്ല, നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. എവിടെയോ പണിയെടുത്തു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ തട്ടിയെടുത്ത്, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ തട്ടിയെടുത്ത് അയാളെ ഒറ്റയ്ക്കൊന്ന് എവിടെയെങ്കിലും വിടാൻ പോലും അവർക്ക് ഭയമാണ്. കാരണം ഒറ്റയ്ക്കൊന്ന് ചിന്തിക്കാൻ പോലും അയാൾ നോക്കുന്നത് പോലും നോക്കുന്നത് മറ്റൊരു സ്ത്രീയെ ആണോ എന്ന് പോലും ചിന്തിച്ചുകൊണ്ട് ഭയന്ന് ഇവർ ജീവിക്കും. ഇത് സമൂഹത്തിനൊരു പാഠമാണ്. നമുക്ക് അർഹതയില്ലാത്തത് മറ്റുള്ളവൻ്റെത് തട്ടിയെടുക്കുമ്പോൾ നമ്മളെപ്പോഴും പേടിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം നമുക്ക് അർഹതയുള്ളതാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത് എങ്കിൽ അതിനി എങ്ങനെ നമ്മൾ കൂട് തുറന്ന് എവിടെ നമ്മൾ പറത്തി വിട്ടാലും അത് കൃത്യമായിട്ട് നമ്മുടെ തോളിൽ വന്നിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഈ ഒരു എക്സാമ്പിളും കൂടി ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവർ വളരെയധികം ദാരിദ്ര്യമാണ്, ഞങ്ങൾക്ക് ജീവിക്കാൻ നിവർത്തിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു കാർ എടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് വന്ന് ഈ ഒരു കാര്യം കമൻ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യം പറയേണ്ടതായിട്ട് വന്നത്. ഞാനിത് നെവറാക്കി പോട്ടെ എന്ന് പറഞ്ഞ് കളയണം എന്ന് വിചാരിച്ചതാണെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുക. എന്താണെന്നറിയാമോ?
നമുക്ക് ഒരു ടൂ വീലറിൽ 100 രൂപയ്ക്കോ 200 രൂപയ്ക്കോ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 3 4 ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് പോയിട്ട് വരാനായിട്ട് സാധിക്കും. അതേസമയം ഒരു 4 വീലറിൽ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രിപ്പ് ഒന്ന് ഈസ്റ്റോട്ട് വരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും നമ്മൾ 500 രൂപയ്ക്ക് അടിക്കണം. അപ്പോൾ അതായത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇടുന്ന ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർ കാറെടുത്തു, നിങ്ങൾക്കതിനുള്ള കഴിവില്ല എന്നാണ്. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എങ്ങനെയാണ് എൻ്റെ മക്കൾക്ക് അടുത്ത നേരം വയറ് നിറയ്ക്കുക എന്നാലോചിക്കുന്ന ഒരാളാണ്. എൻ്റെ ലൈഫിൽ എനിക്ക് ദുരാഗ്രഹം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. മറ്റുള്ളവനെ നോക്കിയിട്ടല്ല ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. എൻ്റെ വരവിനനുസരിച്ചിട്ടേ എനിക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ വരവെന്ന് പറയുന്നത് വളരെ തുച്ഛമായ തുകയാണ്. ആ തുകയ്ക്കനുസരിച്ചിട്ട് വേണം ഞാൻ ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് ഈ ടൂ വീലർ പോലും ധാരാളമാണ്, ധാരാളം. ഇനി ഇത് മാത്രമല്ല, എൻ്റെ വീട്ടിൽ ഒരു അമിത ചിലവുണ്ടായിരുന്നു. അതായത് എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ അതിൻ്റെ ഡോറ് ചീത്തയായിപ്പോയി. അതിൻ്റെ ഡോറ് ഞാൻ വേറൊരെണ്ണം വാങ്ങിച്ചിട്ടെങ്കിലും വീണ്ടും എൻ്റെ മക്കൾ അതിൽ തൂങ്ങിയിട്ട് ആ ഡോറ് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഫ്രിഡ്ജ് ഫുള്ളായിട്ട് ഫ്രീസാവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഈ ഒരു ഫ്രിഡ്ജ് ഫുള്ള് ഫ്രീസാകണമെങ്കിൽ കറണ്ട് എത്ര വേണം? ആദ്യത്തെ മാസം 4000 വന്നു, രണ്ടാമത്തെ മാസം 4000 വന്നു, മൂന്നാമത്തെ മാസം ഞാൻ ഫ്രിഡ്ജ് അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. കാരണം 4000 എനിക്ക് അടയ്ക്കാൻ പറ്റൂല. അപ്പം ഞാൻ എൻ്റെ വരുമാനത്തിനനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇത് മാത്രമല്ല, എൻ്റെ വരുമാനം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗം ഞാൻ അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ മാർഗം എനിക്ക് മറ്റുള്ള ജനങ്ങളല്ല പറഞ്ഞു തരേണ്ടത്. ഞാനാണ് തീരുമാനിക്കുന്നത്. എനിക്ക് ഏത് രീതിയിൽ ചിന്തിച്ചാൽ അല്ലെങ്കിൽ ഞാൻ എന്ത് ജോലി ചെയ്താൽ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് നിനക്ക് ഭയങ്കര അസൂയയില്ലേടി, നിനക്ക് കാറെടുക്കാൻ പറ്റിയോടി എന്നൊക്കെ ചോദിച്ച മാന്യ മഹാജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ തന്നെ ഓടിക്കുന്ന ഒരു ചകടം എനിക്കുണ്ട്. അതിൽ പെട്രോൾ അടിക്കാൻ തന്നെ ഞാൻ കിടന്ന് പെടാപ്പാട് പെടുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ ഒരു 4 വീലർ വാങ്ങിച്ച് അതിനും കൂടി പെട്രോൾ അടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് 3 നേരം ബിരിയാണി വെച്ച് കൊടുക്കും എന്ന് ചിന്തിക്കുന്ന കുറച്ചധികം ആൾക്കാർ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അതായത് അത്യാഗ്രഹമില്ലാത്ത, തൻ്റെ വരവിനനുസരിച്ചിട്ട് ചിലവുകൾ ചെയ്യാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ചിലവ് ചെയ്യാൻ അറിയാവുന്നവർ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയം എനിക്ക് നിങ്ങളോട് പറയണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ വേണ്ട പോട്ടെ എന്ന് പറഞ്ഞിട്ട് വിട്ടുകളഞ്ഞതാണെങ്കിലും എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ഇട്ട ആൾക്കാർക്ക് വയറ് നിറയാനുള്ളത് കിട്ടി എന്ന് ഞാൻ ധരിക്കുന്നു.